ഫംഗസും ബാക്ടീരിയയും നമ്മുടെ ചെടികളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക എന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിച്ചാൽ തന്നെ അവരെ വരുതിയിലാക്കുക എന്ന് പറയണത് അതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഫംഗസ് ബാക്ടീരിയ എന്നൊന്ന് നോക്കിയാലോ. ഫംഗസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കോശവും മർമ്മമൊക്കെയുള്ള ആൾക്കാരാണ് ഫംഗസ് എന്ന് പറയണത്. എന്നാൽ ബാക്ടീരിയയ്ക്ക് ഇത് രണ്ടും ഇല്ല. മാത്രമല്ല ഫംഗസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്ടീരിയ താരതമ്യേന ചെറുതുമാണ്. ഫംഗസ് ആണെങ്കിൽ ബാക്ടീരിയനെ വെച്ച് വലിപ്പം കൂടുതലാണ്. നമ്മുടെ മഷ്റൂം, അതായത് കൂണുകൾ, ഈസ്റ്റ്, അതൊക്കെ ഫംഗസിൻ്റെ വകുപ്പിലാണ്. ചെടികളുമേയും ഇലകളുമേയും വെളുത്ത കളറിലോ കറുത്ത കളറിലോ ആയിട്ടുള്ള പൂപ്പൽ പോലെയും അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗമായിട്ടും അഴുകൽ രോഗമായിട്ടും ഒക്കെ കാണപ്പെടുന്നത് ഫംഗസ് ഇൻഫെക്ഷൻ ആകാനാണ് സാധ്യത. ബാക്ടീരിയ ആണെങ്കിൽ നനവോട് കൂടിയ ഒരു സ്രവം പോലെയാണ് ബാക്ടീരിയകളെ സാധാരണയായിട്ട് നമ്മൾ ചെടികളിൽ കാണുന്നത്. ഫംഗസ് ആയാലും ബാക്ടീരിയ ആയാലും ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ സാധാരണ നിലയിൽ സാധ്യമല്ല. അപ്പോൾ അവരെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മറ്റ് പ്രാണികൾ, കാറ്റ്, മഴ, അതുപോലെ തന്നെ നമ്മൾ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, പോട്ടി മിക്സ്, ഇതൊക്കെ വഴിയാണ് അവർ സ്പ്രെഡ് ആവണത്. അപ്പോൾ ഒരു തോട്ടത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് പെട്ടാൽ അത് നമ്മളറിയാതെ തന്നെ തോട്ടം മുഴുവനായിട്ടും അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ വന്ന് പെട്ടിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഇവരെ അകറ്റി നിർത്തുക അല്ലെങ്കിൽ വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ മുൻപ് പറഞ്ഞ, അതായത് കാറ്റ്, മഴ, അതുപോലെയുള്ള പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എളുപ്പമല്ല. പക്ഷേ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കുക, അതുപോലെ തന്നെ പോട്ടി മിക്സ് നല്ല ഗുണമേന്മയുള്ളതാക്കി മാറ്റുക, അതുപോലെ തന്നെ പ്രാണികളെ അകറ്റി നിർത്തുക, ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ വക ഫംഗസ് ഇൻഫെക്ഷനും ബാക്ടീരിയനെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ബോഡോ മിശ്രിതം, അതായത് തുരിശും കുമ്മായവും കൂടിയിട്ടുള്ള മിക്സ് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേപ്പെണ്ണ എമൽഷൻ നമുക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ അടിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പരിശോധനകളും നടത്തിക്കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ഈ തരം ബാക്ടീരിയേനെയും ഫംഗസിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. എങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഇവയുടെ അറ്റാക്ക് ഉണ്ടാവും. ഇൻഫെക്ഷൻസ് നമ്മുടെ ചെടികളെയും ബാധിച്ചെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ്, അതായത് ഒന്നെങ്കിൽ ജൈവ രീതിയിലുള്ള ഫംഗിസൈഡ്സോ അല്ലെങ്കിൽ രാസരീതിയിലുള്ള ഫംഗിസൈഡ്സോ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ധാരാളം ഫംഗിസൈഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രാസരീതിയിലാണെങ്കിൽ സാഫ്, എൻഡോഫില്ല്, ട്രോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്രകാരം കെമിക്കൽ ഫംഗിസൈഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ ജൈവ രീതിയിലാണെങ്കിൽ നമ്മുടെ ട്രൈക്കോഡെർമ, സൂഡോമോണോസ്, വെർട്ടിസിലിയം, ബുവേറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ജൈവ ഫംഗിസൈഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഫംഗിസൈഡ്സ് നമുക്ക് പലതരത്തിൽ തരംതിരിക്കാനായിട്ട് പറ്റും. അതായത് അതിൻ്റെ പ്രവർത്തന രീതി, അതെങ്ങനെയാണ് ഓരോ ചെടികളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആസ്പദമാക്കിയിട്ട് തിരിക്കാം. അതുപോലെ ജൈവ രീതിയാണോ കെമിക്കൽ യൂസേജ് ആണോ, അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ട് പലതരത്തിൽ നമുക്ക് തരംതിരിക്കാം. നമ്മൾ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ നോക്കുന്നത് അതിൻ്റെ യൂസേജ്, അതായത് ഓരോ ഫംഗസ് ഇൻഫെക്ഷനും അത് എങ്ങനെയാണ്, ഏത് തരമാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് പ്രവർത്തന രീതി വെച്ചിട്ട് ഫംഗിസൈഡ്സിനെ കോണ്ടാക്റ്റ് ഫംഗിസൈഡ്, സിസ്റ്റമിക് ഫംഗിസൈഡ്, ട്രാൻസ്ലാമിനാർ ഫംഗിസൈഡ് എന്ന് പറഞ്ഞിട്ട് 3 തരത്തിൽ നമുക്കതിനെ വേർതിരിക്കാം. കോണ്ടാക്റ്റ് ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് എവിടെയാണോ ആ ഉപരിതലത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുക. അതായത് ഏതെങ്കിലും ഒരു ചെടിക്ക് ഏതെങ്കിലും ഒരു
ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഫംഗസ് ഇൻഫെക്ഷൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കോണ്ടാക്റ്റ് ഫംഗിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ബോഡോ മിശ്രിതം, മാംഗോ സിബൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. ബോഡോ മിശ്രിതമൊക്കെ ഒരു ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ അടിച്ച ഭാഗത്തെ മാത്രമാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യണത്. അതേസമയം സിസ്റ്റമിക് ഫംഗിസൈഡ് നമ്മൾ ഏതെങ്കിലും ഒരു ഉപരിതലത്തിൽ അടിച്ചാലും അത് അതിൻ്റെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുകയും ചെടിക്ക് മൊത്തത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. അതായത് ഇലകളുടെ ഉള്ളിലേക്കൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് സിസ്റ്റമിക് ഫംഗിസൈഡ് ഉപയോഗിക്കുന്നതാണ്. ട്രാൻസ്ലാമിനാർ എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് ഫംഗിസൈഡിൻ്റെ തന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത ഒരു വേർഷനാണ് ട്രാൻസ്ലാമിനാർ എന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇലയമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് അടിച്ചു കൊടുത്താലും അത് അതിൻ്റെ വേര് വരെ എത്തിയിട്ട് ചെടിക്ക് മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകും. പക്ഷേ മാർക്കറ്റിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് കോണ്ടാക്റ്റ് ഫംഗിസൈഡ്സും സിസ്റ്റമിക് ഫംഗിസൈഡ്സും ആണ്. അപ്പോൾ നമ്മൾ ഫംഗിസൈഡ് വാങ്ങുമ്പോൾ അതുമ്മേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അത് സിസ്റ്റമിക് ഫംഗിസൈഡ് ആണോ കോണ്ടാക്റ്റ് ഫംഗിസൈഡ് ആണോ എന്ന്. അപ്പോൾ ഏതാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഫംഗിസൈഡ്സ് വാങ്ങാനും ഉപയോഗിക്കാനായിട്ട്. ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഫംഗസ് ഇൻഫെക്ഷൻ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ഫംഗിസൈഡും, ചെടിയെ മൊത്തത്തിൽ ഫംഗസ് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിസ്റ്റമിക് ഫംഗിസൈഡും ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫ്ലവറിങ് പ്ലാന്റ്സിൽ നമ്മൾ കെമിക്കൽ ഫംഗിസൈഡ്സ് ഉപയോഗിച്ചാലും വെജിറ്റബിൾസിൽ അല്ലെങ്കിൽ പച്ചക്കറികളിൽ നമ്മൾ മിത്രകുമിളകളെ വളർത്തിയെടുത്തിട്ട് നമ്മൾ ഇത്തരം ഫംഗസ് ഇൻഫെക്ഷൻസ് തടയുന്നതാണ് നല്ലത്. നമുക്ക് ധാരാളം മിത്രകുമിളകൾ, അതായത് നമ്മുടെ ചെടികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫംഗസ് അഥവാ കുമിളകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളിൽ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഈ മിത്രകുമിളകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻ തടയാനായിട്ട് പറ്റും. ഫ്ലവറിങ് പ്ലാന്റ്സിലാവുമ്പോൾ അത് നമ്മൾക്ക് ദോഷമൊന്നും വരുത്തണില്ല, അല്ലെങ്കിൽ നമ്മളത് ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് കെമിക്കൽ ഫംഗിസൈഡ്സ് ഉപയോഗിച്ചാലും പച്ചക്കറികളിലേക്ക് എപ്പോഴും മിത്രകുമിളകൾ വെച്ചിട്ട് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. സുഡോമോണോസ്, ട്രൈക്കോഡെർമ, വെർട്ടിസീലിയം, ബ്യുവേറിയ ഇതൊക്കെ നമുക്ക് പച്ചക്കറികളിൽ ഉപയോഗിക്കാവുന്ന മിത്ര കുമിളകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഫംഗിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒരൊറ്റ പ്രാവശ്യത്തെ ഉപയോഗത്തിൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഫലം അത് നൽകിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു 3-4 റിപ്പീറ്റേഷൻസ് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു 1 വീക്കോ 2 വീക്സോ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എത്ര കുമിളകളായിക്കോട്ടെ കെമിക്കൽ ഫംഗിസൈഡ്സ് ആയിക്കോട്ടെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഗ്ലൗസ്, മാസ്ക് ഇവയൊക്കെ ധരിച്ചിട്ട് വേണം ഈ കുമിളകളായിട്ടുള്ള നമ്മുടെ സമ്പർക്കം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്.